हिंदुस्तान हिंदुस्तान जिंदाबाद जिंदाबाद। നിങ്ങളൊരു ഭാരതീയനാണോ? ഉറപ്പായും കണ്ടിരിക്കണം അട്ടാരി വാഗ അതിർത്തിയിലെ പതാക താഴ്ത്തൽ ചടങ്ങ്. പഞ്ചാബിലെ അമൃത്സറിന് സമീപം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നടക്കുന്ന ഫ്ലാഗ് സെറിമണി എന്ന ഈ ചടങ്ങിന് സാക്ഷികളാവുന്ന ഓരോ ഇന്ത്യക്കാരനും രാജ്യസ്നേഹത്താൽ ശരീരം മുഴുവൻ കുളിരു കോരുന്ന നിമിഷങ്ങൾ അനുഭവിച്ചറിയാറുണ്ട്. നമസ്കാരം, ഞാൻ വിനോജ് വിസ്മയ സ്റ്റോറീസിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പതാക താഴ്ത്തൽ ചടങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അമൃത്സറിൽ നിന്നും കാറിൽ യാത്ര തിരിച്ച ഞങ്ങൾ അതിർത്തിയിൽ എത്തുന്നതിന് കിലോമീറ്റർ മുമ്പ് തന്നെ ഇന്ത്യയുടെ കൂറ്റൻ പതാക ആകാശത്ത് പാറിപ്പറക്കുന്നത് കണ്ടു. കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം ഒതുക്കി ഞങ്ങൾ മുന്നോട്ട് നടന്നു. സെക്യൂരിറ്റി ചെക്കിങ്ങിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂ ആണുള്ളത്. മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ഇന്ത്യൻ പതാകയ്ക്ക് തൊട്ടടുത്തായി പാക് പതാക കണ്ടു. അങ്ങ് ലാഹോറിൽ നിന്ന് നോക്കിയാലും കാണത്തക്ക തരത്തിലാണത്രേ പതാകകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 100 മീറ്റർ കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഇന്ത്യ എന്ന് ബോർഡ് വച്ച ഒരു വലിയ കവാടത്തിന് മുന്നിൽ ഞങ്ങളെത്തി. ഗ്യാലറിയിൽ ആദ്യം സ്ഥലം പിടിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. 10,000-ത്തിലധികം ആളുകൾ ഇരുന്ന് ചടങ്ങ് കാണത്തക്ക വിധം വലിയൊരു ഗാലറി ആയിരുന്നു അത്. ഞങ്ങൾ വലതുവശത്തായി താഴെ നിന്ന് 4-5 വരികൾക്ക് മുകളിലാണ് ഇരുന്നത്. താഴേക്ക് നോക്കി ഞങ്ങൾ ആ കാഴ്ച കണ്ടു. ഇന്ത്യയുടെ അഭിമാനമായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ വിജയശ്രീ ലാളിതനായി പാകിസ്ഥാൻ മണ്ണിൽ നിന്നും നെഞ്ചി വിരിച്ച് കടന്നു വന്ന വാഗ അട്ടാരി അതിർത്തി. ഇന്ത്യയിലെ അമൃത്സറിനും പാകിസ്ഥാനിലെ ലാഹോറിനും ഇടയിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡിലാണ് വാഗ അതിർത്തി അഥവാ അട്ടാരി ബോർഡർ സ്ഥിതി ചെയ്യുന്നത്. വാഗ എന്ന ഗ്രാമം സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനിലും ഇന്ത്യയിലുമായി രണ്ടായി വിഭജിക്കപ്പെട്ടു. ഏഷ്യയിലെ ബെർലിൻ മതിൽ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. വിവാദമായ റാഡ്ക്ലിഫ് രേഖ കടന്നു പോകുന്നതും ഇതുവഴിയാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പരേഡുകൾ കാണാൻ കഴിയുന്ന തരത്തിലാണ് ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചത്. അതിർത്തിക്ക് ഇരുവശങ്ങളിലായി ഇരുമ്പ് ദണ്ടുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന 2 ഗേറ്റുകൾ. ഇന്ത്യയുടെ ഗേറ്റിൻ്റെ വലതുവശത്തായി നമ്മുടെ പതാകയും പാകിസ്ഥാൻ്റെ ഗേറ്റിൻ്റെ വലതുവശത്തായി പാക് പതാകയും പറക്കുന്നു. ഇന്ത്യയുടെ ഭാഗത്ത് നമ്മുടെ അതിർത്തി രക്ഷാസേനയായ BSFും പാകിസ്ഥാൻ ഭാഗത്ത് പാക് സേനയായ റേഞ്ചേഴ്സുമാണ് ചടങ്ങുകൾ നടത്തുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തെ ഗാലറി സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു. പാകിസ്ഥാൻ്റെ ഭാഗത്ത് ചെറിയൊരു ഗാലറി മാത്രമാണുള്ളത്. അവിടെയാകട്ടെ കൂടുതലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 4 മണി ആയപ്പോൾ തന്നെ ഇന്ത്യൻ ഭാഗത്ത് ദേശഭക്തി ഗാനങ്ങൾ ആരംഭിച്ചു. ദേശീയ പതാകയും വഹിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ സ്റ്റേഡിയത്തിന് നടുവിലൂടെ ഓടിത്തുടങ്ങി. പിന്നെ ഹിന്ദി സിനിമാ ഗാനങ്ങൾക്കൊപ്പം അവർ നൃത്തം ചെയ്തു. ദേശസ്നേഹത്താൽ ശരീരത്തിൽ കുളിരുകോരുന്ന നിമിഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. പാകിസ്ഥാൻ ഭാഗത്ത് ദേശഭക്തി ഗാനങ്ങൾ കേൾക്കാമെങ്കിലും ഡാൻസ് കളിക്കാൻ ആരെയും കണ്ടില്ല. അവിടെ കാലിന് സുഖമില്ലാത്ത ഒരാൾ ഒറ്റക്കാലിൽ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിലും
കാണികളിലധികവും ഇന്ത്യൻ ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അഭിവാദ്യം ചെയ്തു. അദ്ദേഹം ദേശഭക്തി മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചു. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ എല്ലാവരും അത് ഏറ്റുവിളിച്ചു. ദേശസ്നേഹത്തിൻ്റെ പരമോന്നതിയിലെത്തുന്ന നിമിഷങ്ങൾ. जिंदाबाद 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 ध्यान दें, आप सभी दर्शकों में से जो भी महिलाएं डांस के लिए इच्छुक हैं कृपया स्टेडियम में नीचे आ जाएं। धन्यवाद। अभी आप सभी के बीच बीएसएफ का थीम सॉन्ग बजने जा रहा है। आप सभी दर्शकों से निवेदन है कि वे अपने स्थान पर बैठकर ही इस थीम सॉन्ग को गुनगुनाने का कष्ट करें। दोबारा सुनिए, अभी आप सभी के बीच बीएसएफ का थीम सॉन्ग बजने जा रहा है। आप सभी दर्शकों से पुनः निवेदन है कि वे अपने स्थान पर बैठकर ही इस थीम सॉन्ग को गुनगुनाने
ये बता सके नहीं है ऐसी शक्तियां जो उनको हाँ सुना सके कि भाई हाथ में आज की इस रिट्रीट सेरेमनी परेड के परेड कमांडर हैं श्री नवीन यादव, असिस्टेंट कमांडर। उनके साथ उनके सहयोगी हैं सब इंस्पेक्टर अनुज कुमार। आज की इस रिट्रीट सेरेमनी परेड में हमारी दो महिला प्रहरियों का भी विशेष योगदान है। महिला प्रहरी पुष्पिता साहू और धनेश्वरी। धन्यवाद। പരേഡിനിടയിൽ 2 വനിതാ ഉദ്യോഗസ്ഥർ ചടുലമായി ചുവടുകൾ വെച്ച് മാർച്ച് ചെയ്ത് ഇന്ത്യയുടെ ഗേറ്റിന് സമീപമെത്തി. കാലുകൾ നെറുകയിൽ തട്ടുമാറ് മുകളിലേക്ക് ഉയർത്തി നിലത്ത് ചവിട്ടി മേലുദ്യോഗസ്ഥരുടെ സല്യൂട്ടുകൾ സ്വീകരിച്ച് ഇരുവശങ്ങളിലായി മാറി നിന്നു. സ്ത്രീകൾക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു അത്. അതേ ചടങ്ങ് പാക് ഭാഗത്തും നടന്നുവെങ്കിലും മാർച്ച് ചെയ്തത് സ്ത്രീകളായിരുന്നില്ല. കാക്കി യൂണിഫോമിനോടൊപ്പം ചുവന്ന നിറത്തിലുള്ള ഞുറുവുകൾ പൊങ്ങി നിൽക്കുന്ന തൊപ്പിയാണ് BSF ഭടന്മാരുടെ വേഷം. പച്ച നിറത്തിലുള്ള യൂണിഫോമിനോടൊപ്പം അതേ നിറത്തിലുള്ള ഞുറുവുകൾ പൊങ്ങി നിൽക്കുന്ന തൊപ്പിയാണ് പാക് റേഞ്ചേഴ്സിൻ്റെ വേഷം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ
ഗേറ്റുകൾ തുറക്കപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും മതിലുകളില്ലാത്ത ഒരു രാജ്യം പോലെയായി. ജനങ്ങൾ സൗഹൃദം പങ്കിടുന്നതിനായി പരസ്പരം കൈകൾ ഉയർത്തിക്കാട്ടുന്നു. ഗേറ്റുകൾ തുറന്ന ശേഷവും പരേഡുകൾ തുറന്നു. എല്ലാത്തിൻ്റെയും പ്രധാന ആകർഷണം കാലുകൾ നെറുകയിൽ തട്ടുമാറ് ഉയർത്തി തറയിൽ ആഞ്ഞു ചവിട്ടുന്നതാണ്. ഈ സമയം കാണികൾ ഉച്ചത്തിൽ വന്ദേമാതരം മുഴക്കുന്നു. आप सभी दर्शकों से निवेदन है कि वे राष्ट्रीय ध्वज उतारते समय ध्वज के सम्मान में अपने अपने स्थान पर खड़े हो जाए। इस दौरान शांति बनाए रखें तथा किसी नारे आदि का प्रयोग न करें। जो दर्शक वर्दी में उनसे निवेदन है कि वे राष्ट्रीय ध्वज को सलूट दें। अब आप मेरे साथ 3 बार हिंदुस्तान जिंदाबाद का नारा लगाएंगे। हिंदुस्तान 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 जिंदाबाद जिंदाबाद जिंदाबाद। പതാകകൾ ഇറക്കേണ്ട സമയമായി. ബ്യൂഗിൾ ശബ്ദം മുഴങ്ങി. ഗാലറികൾ പതുക്കെ നിശബ്ദമായി. കൊടിമരത്തിൻ്റെ എതിർവശങ്ങളിൽ നിന്നും പതാകകൾ സാവധാനം താഴേക്കിറക്കി തുടങ്ങി. 2 പതാകകളും പരസ്പരം ക്രോസ് ചെയ്ത് എതിർവശത്തേക്ക് ഇറക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. താഴെ ഇറക്കിയ പതാക മടക്കിയെടുത്ത് 5 ഭടന്മാർ അത് സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് മാർച്ച് ചെയ്തു പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം 2 രാജ്യങ്ങളുടെയും ഗേറ്റ് ഒരേ സമയത്ത് തന്നെ അടയുകയുണ്ടായി. യുദ്ധപ്രതീതി ഉണർത്തുന്നതും എന്നാൽ മനോഹരവും ആവേശകരവും അഭിമാനകരവുമായ ആ കാഴ്ച കണ്ട് ഞങ്ങളും പുറത്തേക്ക് നടന്നു.